യെസ്, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി പ്രചരണത്തെ തള്ളിക്കളയുകയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുന്നണികൾ. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസിന്റെ നേതാവുമായിട്ടുള്ള ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ സഖ്യം ഇത്തരം പ്രചരണത്തെ ഏറ്റെടുക്കുന്നില്ല, അത് കോൺഗ്രസിന്റെ പ്രചരണമാണ് എന്നുള്ളതാണ്. ആദ്യം ഒമർ അബ്ദുള്ളയുടെ വാക്കുകളിലേക്ക്. इंडिया अलायंस को इससे कोई लेना देना नहीं है. हर पॉलिटिकल पार्टी को खुली छूट है कि वो अपने हिसाब से अपने पॉलिटिकल एजेंडा को सेट करें. अब कांग्रेस ने एसआईआर या वोट चोरी को जो है अपना एक मेन पॉलिटिकल इशू बनाया है. ठीक है, हम कौन होते हैं उनसे कहने वाले कि वो ना करें. हम अपने इश्यूज चूज करेंगे, वो अपने चूज करें. എസ് ശ്രീകാന്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഈ ഇന്ത്യ സഖ്യത്തിനകത്ത് ഈ രാഹുലിനെതിരെ വലിയ വിമർശനം ഉയർന്നു തുടങ്ങിയതാണ്. ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് ഒരു നനഞ്ഞ പടക്കമാണെന്ന വിമർശനം BJP ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വാദഗതികൾ തള്ളിക്കളഞ്ഞതാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നാണ് നാഷണൽ കോൺഫറൻസ്. മാത്രമല്ല, ജമ്മുകാശ്മീർ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ രാഹുലിനെ തള്ളുകയാണല്ലോ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൽ. ഗൗതം, രാംലീല മൈതാനത്ത് വോട്ട് ചോരി SIR-നെതിരെ എന്നൊക്കെ ഉള്ള പേരിൽ ഒരു മഹാസമ്മേളനം കോൺഗ്രസ് വിളിച്ചു ചേർത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് നിലവിലിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഒരു കക്ഷി തന്നെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് പ്രചരണവുമായി സഖ്യത്തിന് ബന്ധമില്ലെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നു. കോൺഗ്രസിന്റെ അജണ്ട തെരഞ്ഞെടുക്കുന്നു, അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഓരോ പാർട്ടിക്കും അവരുടേതായ അജണ്ടയും പ്രചാരണവും ഉണ്ടെന്നും ഒമർ അബ്ദുള്ള ചൂണ്ടിക്കാണിക്കുന്നു. അത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ ഏറ്റെടുക്കാനോ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം ഏറ്റെടുക്കാനോ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിന്റെ തലവനായി അംഗീകരിക്കാനോ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കോൺഗ്രസ് ഒഴികെയുള്ള കക്ഷികൾ തയ്യാറല്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ബീഹാറിലും ഈ വോട്ട് ചോരിയും SIR-ഉം പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു റാലി നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും RJD-യോ തേജസ്വി യാദവോ ആ വിഷയം ഏറ്റെടുത്തില്ല എന്നുള്ളത് കൂടി ഓർക്കണം. ഇതിനിടെ CPI-യും ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. D. രാജ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഏകോപനമില്ല എന്നാണ് D. രാജ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് ആകപ്പാടെ അവിയല് പരുവമാണ് ഇന്ത്യ സഖ്യം. അത് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പരാമർശങ്ങളിലൂടെ വ്യക്തമാകുന്നു. യെസ്, ബീഹാർ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തോടുകൂടി ഇന്ത്യ സഖ്യം ആകെ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെ കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്നാണ് ഇപ്പോഴത്തെ ഈ വോട്ട് ചോരി പ്രചരണം. ആ വോട്ട് ചോരിയെ തള്ളുകയാണ് നാഷണൽ കോൺഫറൻസിന്റെ നേതാവും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒമർ അബ്ദുള്ള. എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്.